മുട്ടക്കൊരു പെയിൻറ്റിങ് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഹണിബിയുടെ പെയിൻറ്റിങ് കൊടുക്കാനാണ് നോക്കുന്നത്. എന്താവും അറിയില്ല കേട്ടോ. ഞാൻ വേണ്ടിയിട്ട് മഞ്ഞ പെയിൻ്റാണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ ഇത് മഞ്ഞയല്ല, എന്തോ ഒരു കളർ പച്ചയും കൂടി കൂട്ടിയിട്ട് എന്തോ ഒന്ന് ആക്കിയിട്ടുണ്ട് എൻ്റെ അതിനകത്തിട്ടോ. എന്തായാലും കുഴപ്പമില്ല. പിന്നെ കറുപ്പ് എടുക്കണ്ട കേട്ടോ, കറുപ്പ് വെക്കണ്ട. എന്തായാലും ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കറുപ്പ് കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചത് മുമ്പ് ഞാനിതാ ഒരു വെള്ളത്തിൽ പെയിൻറ്റ് മുക്കിയിട്ട് ഇതിൽ തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ കറവ്. രണ്ടാമത് നമ്മൾ ഈ വെള്ളം വന്നാൽ സാധാരണ ഗ്ലാസ്സിൽ ഞാൻ വെള്ളം തകണ്ട. ഇതേപോലെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയുണ്ടൊക്കെ എന്തോരം അതിന് ഞാൻ വേറൊരു പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇതങ്ങനെ എന്തോ ഞാൻ ഈ ഒരു ഭാഗം ഞാൻ ഇവിടെ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉള്ളത്തതൊക്കെ ഒരു വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്, ഉള്ളത്തൊക്കെ മുട്ടൊക്കെ വെച്ചിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്തായാലും കറുപ്പ് കളറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കണ്ടോടെ ഒരു റോസ് കളർ ആവുന്നുണ്ട്. എന്തെങ്കിലും കറുപ്പ് കളർ കൊടുക്കട്ടെ കേട്ടോ. ഞാൻ കറുപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ അങ്ങനെ പൊടിച്ചത് ഇതിന് മുമ്പ് പോയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ അപ്പം അങ്ങനെ പൊടിച്ചത് കേട്ടോ. പിന്നെ കറുപ്പ് കളർ മൊത്തം കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ കറുപ്പത് മൊത്തം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് യെല്ലോ ഒക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഈ റൗണ്ട് സാധനത്തിൽ മുട്ടത് ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട്. അതേപോലെ ഞാൻ സേഫാക്കി വെച്ചെടുക്കും കേട്ടോ. എനിക്ക് പെയിൻറ്റ് കളയണം. അങ്ങനെ ഞാൻ മഞ്ഞയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കറുപ്പ് ചെയ്തു, മഞ്ഞ ചെയ്തു. എന്തൊരു കൊതുകാണെന്നറിയോ, കൊതുക് കടിച്ചിട്ട് പാടില്ല. നമ്മളത് കറുപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു കൊതുകത്തിന് നിറച്ച്
നിറച്ച് കൊതുകുണ്ട് കേട്ടോ. അയ്യോ എന്തൊരു കൊതുകാണെന്ന് പറഞ്ഞാൽ തീരുന്നു. നമ്മളത് മുട്ടക്ക് കറുപ്പുള്ളവർ കൊടുത്തുകൊണ്ടിരിക്കാം. ബ്ലേക്കും മഞ്ഞയും ബ്ലേക്ക് ആദ്യം കൊടുത്തിട്ട് ഞാനത് കളയാതെ മഞ്ഞളിട്ട് മുട്ടിട്ട് കൊടുത്തപ്പോൾ ആയ കളറാണത്. എന്തായാലും ഞാനത് തുടക്കട്ടെ.